ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പക്കോട ഉണ്ടാക്കാം. നല്ല ടേസ്റ്റും ക്രിസ്പിയുമാണത്. അത് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീളത്തിലൊന്ന് കീറിയെടുക്കാം. നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. കീറിയെടുത്ത വെണ്ടയ്ക്കായ, 1 കപ്പ് കടലമാവ്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 മുറി നാരങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇവിടെ അന്തരീക്ഷം എല്ലാം നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്, അതുകൊണ്ട് എല്ലാം മങ്ങിയായിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ കീറി വെച്ചിരുന്ന വെണ്ടയ്ക്കായിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കടലമാവ്, മുളക് പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ഗരം മസാല, ഉപ്പ്, ചാട്ട് മസാല, കായം. ഇനി നമുക്ക് ഈ നാരങ്ങ ചെറിയ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറും കൂടി ഒഴിച്ച് കൊടുത്ത് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആ വെണ്ടയ്ക്ക ഞാൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതുണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ അടുപ്പത്ത് വെച്ച് അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. എണ്ണ മൂത്ത് പോയാൽ അതിൻ്റെ മസാലയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും, അകം വേവത്തുമില്ല. തീ കുറച്ച് വെച്ച് നമ്മളത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിനകത്ത് അരിപ്പൊടിയൊക്കെ ആണല്ലോ ചേർത്തത്, അതുകൊണ്ട് അത് നല്ല ക്രിസ്പിയുമായിരിക്കും. ഞാനത് ഇട്ട് കൊടുത്ത് മൂത്തിട്ടുണ്ട്, ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് കൊണ്ട് നമ്മൾ നാരങ്ങയുടെ ചാറൊഴിച്ചാന്നല്ല അത് ഇളക്കിയെടുത്തത്, അതുകൊണ്ട് ഇതിനകത്ത് കൊഴുപ്പൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. പിന്നെ ഇത് വലുതായിട്ട് എണ്ണ കുടിക്കത്തും ഒന്നുമില്ല. ചെറിയ തീയിലിട്ട് നമ്മൾ മുരിച്ചെടുത്തുകൊണ്ട് എണ്ണയും കുടിക്കാനും സാധ്യത കുറവാണ് എല്ലാവർക്കും. അതുകൊണ്ടിത് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അതുപോലെ കടലമാവിലും പഞ്ചസാരയുടെ അംശമോ കൊഴുപ്പോ ഒട്ടുമില്ലാത്തതാണ്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പക്കോട മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമുക്കിത് വൈകുന്നേരത്തെ ചായക്ക് അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. നമുക്ക് രാവിലത്തെ നാസ്തയ്ക്കും കഴിക്കാം. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. സോസിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.